AAC 9K. AC9 9th സ്റ്റാൻഡേർഡിലെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, രണ്ട് കാര്യമേ ഉള്ളൂ. ഒത്തിരി സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ 11ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഇമേജിംഗ് signage is prominently displayed in all appropriate locations. എക്സ്റേ, CT, MRI തുടങ്ങിയ സ്ഥലങ്ങളിൽ, ERCP, സ്പെഷ്യൽ എൻഡോസ്കോപ്പി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മൾ ബോർഡ് വയ്ക്കാറുണ്ട് അതിൻ്റെ മുമ്പിൽ. സോ ഇങ്ങനെ നമുക്ക് കൃത്യമായ സൈനേജുകൾ ഉണ്ടാവണം. പേഷ്യന് മനസ്സിലാകണം ഇത് ഇന്ന സ്ഥലമാണ്, ഇവിടെ ഒരു റേഡിയേഷൻ എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പബ്ലിക് അവയർനെസ്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പബ്ലിക് അവയർനെസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഈ ചാപ്റ്ററിൻ്റെ 1ാമത്തെ സ്റ്റാൻഡേർഡ് തന്നെ പറയുന്നത് മനുഷ്യർക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുക്കണമെന്നാണ്, കമ്മ്യൂണിക്കേഷൻസ് പ്രോപ്പറായിരിക്കണമെന്നാണ്. അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ AAC 9K പറയുന്നത് നമ്മുടെ ഇമേജിങ് ഏരിയയിലെല്ലാം തന്നെ കൃത്യമായ സൈനേജ് കൊടുത്തിരിക്കണം. ഈ സൈനേജുകൾ ഇതിപ്പോൾ എക്സ്റേ യൂണിറ്റ് ആണ്, CT ആണെന്ന് മാത്രമല്ല, അത് ചില സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തു. ആ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ചുള്ള ഇൻഫർമേഷൻസും അവിടെ പാസ് ചെയ്തിരിക്കണം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇവിടെ കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റക്റ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു തരില്ല. അതൊരു റൂളാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെ അനുസരിക്കുന്നതിൻ്റെ പാർട്ടായിട്ട് നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു റേഡിയേഷൻ ഇൻസ്പെക്ഷൻ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എത്രമാത്രം റേഡിയേഷൻ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ മനുഷ്യർ ആവശ്യമില്ലാതെ വന്ന് റെസ്റ്റ് എടുക്കാനിരിക്കാൻ പാടില്ല. സോ അതുകൊണ്ട് ഇതൊരു റേഡിയേഷൻ ഏരിയ ആണ് എന്നുള്ളത് നമ്മൾ, റേഡിയോ ഇമേജിംഗ് ഏരിയ ആണ്. എന്താണ് റേഡിയോ ഇമേജിംഗ്? അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഇമേജിംഗ് സൈനേജിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം. ഡിജിറ്റൽ സൈനേജ് ഗ്രേപ്സിൽ അവൈലബിൾ ആണെന്ന് അറിയാമല്ലോ. അതുപയോഗിച്ചാൽ പീരിയോഡിക്കൽ വരുന്ന ചേഞ്ചസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളല്ലെങ്കിൽ വലിയ പൈസയൊക്കെ കൊടുത്തിട്ടും പ്രിൻറ്റ് ചെയ്ത് വെക്കും. അത് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും പണച്ചെലവാണ്. കൃത്യമായ ഗ്രേപ്സിലെ ഡിജിറ്റൽ സൈനേജുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സൈനേജുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. ഇതോടുകൂടി 9th നമ്മുടെ ഒരു ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ഇമേജിംഗ് സർവീസസ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി 10, 11, 12, 13 സ്റ്റാൻഡേർഡുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്കത് തൊട്ട് പുറകെ ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? നമുക്ക് ഉടനെ തന്നെ അടുത്ത സ്റ്റാൻഡേർഡുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.